നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമയുടെ റൊമാന്റിക് ഹീറോയാണ് വിജയ് ദേവരകൊണ്ട. വളരെ കുറച്ച് ചിത്രങ്ങൾ കൊണ്ട് തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ താരത്തിനായി. താരത്തിന്റെ വിവാഹം സംബന്ധിച്ച വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും തമ്മിലുള്ള ബന്ധം സിനിമാ ലോകത്ത് പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ്. വളരെ കാലമായി ഇരുവരും അടുപ്പത്തിലാണെന്ന് പല സന്ദർഭങ്ങളിലും പുറത്തുവന്ന കാര്യമാണ്. ഇപ്പോഴിതാ വർഷങ്ങളായുള്ള ആരാധകരുടെ കാത്തിരിപ്പിനും സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾക്കും വിരാമമായിരിക്കുകയാണ്. വിജയ് ദേവരകൊണ്ടയുടെയും രശ്മിക മന്ദാനയുടെയും വിവാഹ വാർത്തകൾക്കൊടുവിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. വിവാഹം ഈ മാസം 26-ന് നടക്കുമെന്നാണ് വിവരം. ഇരുവരുടെയും വിവാഹ തീയതിയും റിസപ്ഷൻ വിവരങ്ങളും അടങ്ങിയ ക്ഷണക്കത്ത് വൈറലായിരിക്കുകയാണ്. പ്രിയ താരങ്ങളായ വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും വിവാഹിതരാകുന്നു. വിവാഹ തീയതിയും റിസപ്ഷൻ വിവരങ്ങളും അടങ്ങിയ ക്ഷണക്കത്താണ് വൈറലായിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ 2026 ഫെബ്രുവരി 26-ന് ലളിതമായ ചടങ്ങുകളോടെയാണ് വിവാഹം നടക്കുക. വിവാഹവേദി ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും നേരത്തെ ഉദയ്പൂർ കൊട്ടാരത്തിൽ വെച്ചായിരിക്കും വിവാഹമെന്ന സൂചനകൾ പുറത്തുവന്നിരുന്നു. തുടർന്ന് മാർച്ച് 3-ന് ഹൈദരാബാദിൽ വെച്ച് വൈകുന്നേരം 7 മണി മുതൽ വിവാഹ സൽക്കാരം സംഘടിപ്പിക്കുമെന്നും പുറത്തുവന്ന ക്ഷണക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ റിസപ്ഷൻ നടക്കുക ബെഞ്ചാര ഹിൽസിലെ താജ് കൃഷ്ണ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാകുമെന്നാണ് ക്ഷണക്കത്തിലെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമാണ് ടോളിവുഡിലെ ഈ പ്രിയ ജോഡികൾ ഒന്നാകുന്നത്. വിവാഹം ഈ വർഷം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരണമുണ്ടായിരുന്നു. വിവാഹ വാർത്തയിൽ വിജയും രശ്മികയും തന്നെ ഔദ്യോഗികമായ വാർത്ത പുറത്തുവിടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. പുറത്തുവന്ന ക്ഷണക്കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷകരമായ ഒരു വാർത്ത പങ്കുവയ്ക്കാനും ഞങ്ങളുടെ ജീവിതത്തിലെ ഈ വലിയ നിമിഷത്തിൽ നിങ്ങളെ ക്ഷണിക്കാനുമാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞങ്ങളുടെ കുടുംബങ്ങളുടെ സ്നേഹത്തോടും അനുഗ്രഹത്തോടും കൂടി ഫെബ്രുവരി 26-ന് രശ്മികയും ഞാനും വളരെ ലളിതമായ ഒരു ചടങ്ങിലൂടെ വിവാഹിതരാവുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഈ പുതിയ അധ്യായം തുടങ്ങുമ്പോൾ, ഞങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ഓർമ്മകൾ ആഘോഷമാക്കുമ്പോൾ, ഞങ്ങളുടെ യാത്രയിൽ ഇന്നുവരെ കൂടെ ഉണ്ടായിരുന്നവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ അർത്ഥമുള്ളതാണ്. നിങ്ങളുടെ സാന്നിധ്യവും അനുഗ്രഹവും ഈ അവസരത്തെ ഞങ്ങൾക്ക് കൂടുതൽ സവിശേഷമാക്കും. ഞങ്ങളുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കുചേരാനും ഞങ്ങളെ അനുഗ്രഹിക്കാനും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 2026 മാർച്ച് 4 ബുധനാഴ്ച വൈകുന്നേരം 7 മണി മുതൽ താജ് കൃഷ്ണ ബഞ്ചാര ഹിൽസ്, ഹൈദരാബാദ്. നമുക്കൊന്നിച്ച് ഈ സന്തോഷം ആഘോഷിക്കാൻ കാത്തിരിക്കുന്നു. സ്നേഹപൂർവ്വം വിജയ്, രശ്മികയ്ക്കും എനിക്കും വേണ്ടി എന്നായിരുന്നു പുറത്തുവന്ന ക്ഷണക്കത്തിൽ പറഞ്ഞിരുന്നത്. വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും തമ്മിലുള്ള പ്രണയബന്ധം വെള്ളിത്തിരയിൽ നിന്നുമാണ് തുടങ്ങിയത്. 2018-ൽ പുറത്തിറങ്ങിയ ഗീതാ ഗോവിന്ദം എന്ന ചിത്രത്തിലെ ഇവരുടെ കെമിസ്ട്രി തെന്നിന്ത്യൻ സിനിമയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. പിന്നീട് ഡിയർ കോമ്രേഡ് എന്ന ചിത്രത്തിലൂടെ ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ചതോടെ ഇവർ പ്രണയത്തിലാണെന്ന വാർത്തകൾ സജീവമായി. പലപ്പോഴും വിദേശയാത്രകളിലും പൊതുപരിപാടികളിലും ഇരുവരെയും ഒന്നിച്ചു കണ്ടിരുന്നുവെങ്കിലും തങ്ങൾ വെറും സുഹൃത്തുക്കളാണെന്ന നിലപാടിലായിരുന്നു ഇരുവരും. ഇൻസ്റ്റഗ്രാമിലെ സമാനമായ ലൊക്കേഷൻ ചിത്രങ്ങളും വിജയുടെ കുടുംബത്തോടൊപ്പമുള്ള രശ്മികയുടെ സാന്നിധ്യവും ആരാധകർക്കിടയിൽ സംശയം വർദ്ധിച്ചു. നീണ്ട വർഷത്തെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ വിവാഹ ക്ഷണക്കത്ത് പുറത്തുവന്നതോടെ തെന്നിന്ത്യൻ സിനിമയിലെ ഈ പ്രിയപ്പെട്ട ജോഡികൾ ജീവിതത്തിലും ഒന്നിക്കുകയാണെന്ന് ഉറപ്പായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹൈദരാബാദിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വിവാഹ നിശ്ചയത്തെക്കുറിച്ച് അവർ ഔദ്യോഗികമായി ഒന്നും അറിയിച്ചില്ല എങ്കിലും പിന്നീട് പങ്കെടുത്ത വിവിധ പരിപാടികളിൽ അവരിത് നിഷേധിച്ചതുമില്ല. രശ്മികയുടെ ദ ഗേൾ ഫ്രണ്ട് എന്ന ചിത്രത്തിന്റെ വിജയാഘോഷവേളയിൽ വിജയ് രശ്മികയെ അഭിനന്ദിക്കുകയും കയ്യിൽ ചുംബിക്കുന്നതുമായ വീഡിയോ പുറത്തുവന്നിരുന്നു. അതേസമയം വിവാഹ ക്ഷണക്കത്ത് പുറത്തുവന്നതോടെ ആരാധകർ വലിയ ആവേശത്തിലാണ്. ഇതോടെ ഇരുവരുടെയും കല്യാണ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. കല്യാണം ഉറ്റവർ മാത്രം പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങായിരിക്കുമെന്ന് കത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് വിവാഹശേഷമുള്ള വിരുന്നിലേക്കാണ്. ഈ വിരുന്നിലാണ് സിനിമാ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്നത്. രണ്ടുപേരും ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മൂല്യമുള്ള താരങ്ങളായതിനാൽ ചടങ്ങിന് ഹിന്ദി, തമിഴ്, തെലുങ്ക് ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ പങ്കെടുക്കും. മാർച്ച് 4-ന് ഹൈദരാബാദിലെ പ്രശസ്തമായ താജ് കൃഷ്ണ ഹോട്ടലിൽ വെച്ചാണ് ഗംഭീരമായ വിവാഹ സൽക്കാരം നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവാഹ ക്ഷണക്കത്തിലൂടെയാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. തങ്ങളുടെ ജീവിതത്തിലെ ഈ പുതിയ അധ്യായത്തിന് എല്ലാവരുടെയും അനുഗ്രഹവും സാന്നിധ്യവും വേണമെന്ന് വിജയ് ദേവരകൊണ്ട അയച്ച ക്ഷണക്കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അത്യാഡംബരത്തിന് പേരുകേട്ടതാണ് വിവാഹ സൽക്കാര വേദിയാകുന്ന ഹൈദരാബാദിലെ താജ് കൃഷ്ണ ഹോട്ടൽ. ഇവിടെ ഒരു ദിവസം താമസിക്കാൻ വലിയ തുക നൽകണം. ഹോട്ടൽ വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള മുറിക്ക് ഒരു രാത്രിക്ക് 17,650 രൂപയാണ് ചിലവ് വരുന്നത്. ഇടത്തരം മുറികൾക്ക് 18,000 രൂപ മുതൽ
മുതൽ 25,000 രൂപ വരെയും ഡീലക്സ് മുറികൾക്ക് 53,000 രൂപ മുതൽ 88,000 രൂപ വരെയും 1 ലക്ഷം രൂപയ്ക്കും മുകളിലും നൽകണം. ഹോട്ടലിലെ ഏറ്റവും വിശാലവും ആഡംബരപൂർണവുമായ പ്രസിഡൻഷ്യൽ സ്വീറ്റിന് ഒരു രാത്രിക്ക് 1,14,453 രൂപയാണ് നിരക്ക്. ഇവിടത്തെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഹുസൈൻ സാഗർ തടാകത്തിന്റെ മനോഹരമായ കാഴ്ച കാണാം. മനോഹരമായ ഒരു ഡൈനിങ് സ്പേസും സ്വകാര്യ സ്വിമ്മിംഗ് പൂളും പഠനമുറിയും ആധുനികമായ അടുക്കളയും ഉൾപ്പെടെയുള്ള രാജകീയ സൗകര്യങ്ങൾ ഈ സ്വീറ്റിലുണ്ട്. ആഡംബരപൂർണമാണ് ഇന്റീരിയറുകൾ. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഇരുവരെയും കണ്ടതും വാർത്തകളിൽ ഇടം പിടിച്ചു. ആരാധകർ ഏറെക്കാലമായി കാത്തിരുന്ന ഈ താരവിവാഹം ടോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ആഘോഷമാക്കി മാറുമെന്നതിൽ സംശയമില്ല. പിറന്നാൾ ദിനത്തിൽ ഒന്നിച്ചായിരുന്നതും യാത്രകളിലും കൂടെ ഉണ്ടായിരുന്നതുമെല്ലാം പ്രണയ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. എന്നാണ് വിവാഹം എന്ന ചോദ്യത്തിൽ ഇരുവരും കൃത്യമായ പ്രതികരണം നൽകിയിട്ടില്ല എന്നതും ആരാധകർ ചർച്ചയാക്കിയിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണെന്നായിരുന്നു രശ്മികയുടെ മറുപടി. വിജയ് ആവട്ടെ ഇത്തരം ചോദ്യങ്ങളിൽ മൗനം പാലിക്കുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും വിവാഹിതരായി എന്ന് കാണിക്കുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ജനുവരി 26-ന് ഹൈദരാബാദിൽ വെച്ച് അതീവ സ്വകാര്യമായിട്ടാണ് വിവാഹം നടന്നതെന്നും എന്നാൽ ആഡംബരപൂർണമായ വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സിനിമാ മേഖലയിലെ ചില പ്രമുഖരും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് എന്നുമാണ് പ്രചരിച്ചത്. സാമന്ത റൂത്ത് പ്രഭു, മൃണാൾ താക്കൂർ, ശാലിനി പാണ്ഡെ, അല്ലു അർജുൻ, മഹേഷ് ബാബു, രാംചരൺ, സന്ദീപ് റെഡ്ഡി വാങ്ക, കരൺ ജോഹർ, ശ്രീലീല എന്നിവരടക്കം നിരവധി മുൻനിര ടോളിവുഡ് താരങ്ങൾ ദമ്പതികളെ അനുഗ്രഹിക്കാൻ എത്തിയിരുന്നു എന്ന് കാണിക്കുന്ന ചിത്രമാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. ചിത്രങ്ങൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി വേഗത്തിൽ പ്രചരിക്കുമ്പോൾ ഇത് സമീപകാലത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി വിവാഹ ചടങ്ങുകളിൽ ഒന്നായി ചിലർ വിശേഷിപ്പിച്ചു. എന്നാൽ ഇത് കൃത്യമായി വീക്ഷിച്ചാൽ വെറും AI ചിത്രം മാത്രമാണെന്ന് ഇതെന്ന് വ്യക്തമാകും. മാത്രമല്ല ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് അവകാശപ്പെടുന്ന താരങ്ങൾ ആരും തന്നെ ഈ വിവാഹ ചിത്രമോ ഇരുവർക്കും ആശംസകൾ നേർന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സത്യമാകും? ആരാധകർക്ക് വേണ്ടി ഉറപ്പായും വിവാഹം കഴിഞ്ഞാൽ വിജയ് രശ്മിക ജോഡികൾ വിശേഷം പങ്കിടും എന്നതും റിയാലിറ്റിയാണ്. ഈ ചിത്രം AI നിർമ്മിച്ചതും വിനോദ ആവശ്യങ്ങൾക്കായി മാത്രം സൃഷ്ടിച്ചതുമാണ്. ആരെയും ദ്രോഹിക്കാനോ അനാദരിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഈ ചിത്രം പങ്കിട്ട പേജ് തന്നെ പ്രതികരിച്ചു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.